ഞാനുണ്ടല്ല എന്നെ തന്നെ ഒന്ന് അങ്ങ് സൽക്കരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ്ട് സാമൺ മീനും വെജിറ്റബിൾസും. സാധാരണ നമ്മളിതിങ്ങനെ രാത്രിയാണ് കഴിക്കണമെങ്കിലും ഞാൻ മീൻ മേടിച്ചിട്ട് വന്നത് രാവിലെയാണ്. പിന്നെ രാത്രി വരെയൊക്കെ കാത്തിരിക്കാനുള്ള ക്ഷമ അതും എനിക്കുണ്ടാവുമോ? അപ്പോൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി പകൽ തന്നെ ഞാനതിങ്ങനെ കഴിച്ചു എന്നുള്ളതാണ്. സാധാരണ മീൻ പൊരിക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മളുടെ ഈ മീനിലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുത്തി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് പുരട്ടി ഒരു 10 മിനിറ്റായിട്ട് മാറ്റി വെച്ച് കൊടുത്ത്. ഇനി ഒരു പാനിലുണ്ടല്ല കുറച്ച് ഒലീവ് ഓയിലും അതേപോലെ തന്നെ ബട്ടറും ചേർത്തിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത്. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ഈ എണ്ണയിലോട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചെയ്തത്. ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുത്ത് ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഓവർ കുക്കൊന്നും ചെയ്യരുതിട്ട്, അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചെടുക്കാവുന്നുള്ളൂന്നേ നമ്മുടെ മീൻ ശരിക്കും. ശരിക്കും ഈ മീൻ ഇങ്ങനെ ഒറ്റക്ക് കഴിക്കേണ്ട കാര്യമുള്ളൂന്നേ. പക്ഷേ ഉണ്ടല്ലോ ഇംഗ്ലീഷുകാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഈ മീൻ കഴിക്കുമ്പോൾ കൂടെ കുറേ സാലഡും കഴിക്കും. നമ്മളൊട്ടും കുറക്കരുത്, ട്രീറ്റ് അല്ലേ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്രൊക്കോളിയെ കഴുകില്ല എന്ന് പറയരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തവണ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ആ ഒരു മീൻ പൊരിച്ച് പാനിൽ നിന്ന് ആ എണ്ണ വെളുത്തുള്ളിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ബ്രൊക്കോളി ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ല കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ അടുത്ത് എന്തൊക്കെ വെജീസ് ഉണ്ടോ, നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചേർക്കുന്ന വെജീസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴ പാകമൊന്നും ആവണ്ട, ആ ഒരു ക്രിഞ്ചിനെസ് ഇങ്ങനെ കിട്ടണം കഴിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ എരിവിനുള്ള കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാലഡും സാമണും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ എന്താ ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ച്